എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക റോസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ കോവയ്ക്കയാണ്. ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് 4ആയിട്ടൊന്ന് മുറിച്ചെടുക്കുക. അടുത്തതായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 8 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 2 സവാള അരിഞ്ഞതും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് ചൂടാറാനായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുക. എണ്ണ കുറവാണെങ്കിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 7 വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കോവയ്ക്ക് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. പിന്നീട് ഇതെല്ലാം കൂടി 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ കോവയ്ക്ക റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.